ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരി തയ്യാറാക്കിയാലോ? പലപ്പോഴും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൂരി തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നില്ല എന്ന്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഈ ഒരു പൂരി തയ്യാറാക്കാനായിട്ട് ഒട്ടും തന്നെ മൈദ ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml ആണ്. അപ്പോൾ 3 കപ്പ് ഗോതമ്പ് പൊടി നമുക്കെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇതിലൊട്ടും തന്നെ മൈദ ചേർക്കുന്നില്ല. അതുപോലെ നമ്മുടെ പൂരി ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവ കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റവയും ഗോതമ്പ് പൊടിയും ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഈ പൊടികൾ മാത്രമാണ് ഇപ്പോൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഈ എണ്ണ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. 3 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഏകദേശം 1.25 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊക്കെ മാറ്റം വരാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അല്പം എണ്ണയൊന്ന് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ മാവ് ഒരു പ്രാവശ്യം കൂടി നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് കുഴച്ച് ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഈ ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊന്ന് ചെറിയ ഉരുളകളാക്കാനായിട്ടും പരത്തിയെടുക്കാനായിട്ടും നമുക്ക് കുട്ടികളെയും കൂടി ഇതിൽ കൂട്ടാം. അപ്പോൾ അവർക്ക് ഒരു നല്ല എൻഗേജ്മെൻ്റ് ആകും. അപ്പോൾ ഇവിടെ എൻ്റെ മോനാണ് ഈ മാവൊക്കെ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ 4 എണ്ണം ഒന്ന് ചെയ്തെടുക്കുകയാണ്. ചപ്പാത്തിക്ക് പരത്തുന്നതിൽ നിന്നും അല്പം കൂടി കനത്തിൽ വേണം പൂരിക്ക് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ മോനും ഹസ്ബൻഡും കൂടി ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പം ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ഒരുപാട് ഗോതമ്പ് പൊടി ഇടരുത്. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണയിലൊക്കെ അങ്ങ് പൊടിയാകും. ഇപ്പോൾ രണ്ടാമത്തെ പൂരിയുടെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ പാകത്തിന് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു അല്പം മാവൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൂരി വറുത്തെടുക്കാനായിട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. ഇനി ഇത് സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കിത് കുറച്ച് നല്ല ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
ഈ പൂരി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. തീ ഒരുപാടങ്ങ് കുറച്ച് വെക്കരുത്. അടുത്ത പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് മസാലയാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ വീഡിയോ ഒരുപാടങ്ങ് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് അതൊരു പ്രത്യേകം വീഡിയോ ആയിട്ട് പിന്നീട് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി പൂരി ശരിയായില്ല എന്ന് പറയരുത്. ഇതുപോലെ 1-2 കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള പൂരി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.